നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ പപ്പായ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പപ്പായ എല്ലാവരുടെ വീട്ടിലും ഒത്തിരി ഉണ്ടാകാറുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ അതിനെ കൊണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്, കറി ഉണ്ടാക്കാറുണ്ട്. ചിപ്സ് ഉണ്ടാക്കി നോക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനി ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടി ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പച്ച പപ്പായ വെച്ച് ചിപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പപ്പായ, കപ്ലങ്ങ, അതുപോലെ തന്നെ ഓമക്ക, ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. ഞങ്ങളുടെ ഇവിടെയൊക്കെ കപ്പക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചിപ്സ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പപ്പായ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പപ്പായ നിങ്ങൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഗ്രേറ്റർ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് കണ്ടില്ലേ, ഈ ഒരു പോർഷനാണ് ഞാൻ ഈ ഒരു ബ്ലേഡാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഗ്രേറ്റർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷേ അത്യാവശ്യം നേരിയതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുക. കാരണം നമ്മളിത് ഉപ്പിട്ടിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നിന്നൊക്കെ വെള്ളം വന്നിട്ട് കണ്ടില്ലേ, ഈ വെള്ളം ശരിക്കും വാർന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ. ഇനി നമുക്കിത് കഴുകി എടുക്കുകയാണ് വേണ്ടത്. ഒരു 3-4 തവണയെങ്കിലും വെള്ളം ഒഴിച്ച് കഴുകി പപ്പായ ഇതുപോലെ കണ്ടില്ലേ നന്നായി പിഴിഞ്ഞ് ഇതിനകത്തുള്ള വെള്ളം വാർന്നു പോകുന്നത് വരെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3-4 തവണ കഴുകിയതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊരു 3-4 തവണ കഴുകിയതിന് ശേഷം കയ്യിൽ വെച്ച് ശരിക്കും തിരുമ്മി ഇതിനകത്തെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിപ്സ് കിട്ടുള്ളൂ. ഇനി ഇതിനകത്തോട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ പിരിയമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ശരിക്കും ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം ആദ്യം. അപ്പം ഞാനിത് കൈവച്ച് നല്ലതുപോലെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിപ്സ് നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പുട്ടുപൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയായിട്ട് വേറെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പുട്ടുപൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി കൈ വെച്ചിട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പൊടിയായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് മൈദ ചേർത്തത് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കൂടി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പപ്പായക്ക് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ അളവിൽ. കാരണം നമ്മൾ പപ്പായയിൽ മൈദയും അരിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേർപെട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. മൈദ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അധികം വരുന്ന കണ്ടില്ലേ, ഇതുപോലെ മൈദ അധികം വരുന്ന പൊടി നമ്മൾ അരിപ്പത്തട്ടിനകത്തിട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ അരിപ്പത്തട്ടിൽ വെച്ചിട്ട് അധികം വരുന്ന പൊടിയെ ഇതുപോലെ തട്ടി കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു സോസ് പാനിലോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടം അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ ചിപ്സ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കൈ വെച്ച് ഒന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ ആ പൊടിയൊക്കെ ശരിക്കും തട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വലിയ പാത്രമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് ഒരേ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അത്യാവശ്യം 2 കൈപ്പിടിക്കടുത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ നല്ല ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞ പാടെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം നമ്മൾ നോക്കുന്നത് ഇത് ശരിക്കും ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരും. അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിനകത്തോട്ടേക്ക് തട്ടുമ്പോൾ ശരിക്കും ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, അത് പാത്രത്തിനകത്ത് തട്ടുമ്പോൾ ശരിക്കും ഒരു സൗണ്ട് വരുന്നത് ആ ഒരു പാകത്തിലാവുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിനകത്തോട്ടേക്ക് കണ്ടില്ലേ, ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കൂടി കളർ മാറുന്നത് വരെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ശരിക്കും നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റായി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുഴുവൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ പപ്പായ ചിപ്സും ഞാൻ ഫ്രൈ ചെയ്തൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഇതിനകത്ത് എണ്ണ ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് കണ്ടില്ലേ, തൊട്ട് കാണിക്കും, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നില്ല. അത്രയധികം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. കഴിക്കാനൊക്കെ നമുക്ക് ശരിക്കും കഴിച്ചാൽ ചിപ്സൊക്കെ കഴിച്ചാൽ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നില്ല. അതേപോലെ തന്നെയാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീട്ടിൽ ഒത്തിരി പപ്പായ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒന്നും ട്രൈ ചെയ്ത് നോക്കാറില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ പപ്പായക്കകത്ത് നമ്മൾ പൊടികളും അതുപോലെ തന്നെ അരിപ്പൊടി മൈദയൊക്കെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മൾ ആ പൊടി അധികമുള്ള തട്ടിക്കളയുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. നമ്മൾ ഈ പൊടിയൊക്കെ ചേർത്തിട്ട് പപ്പായ ചിപ്സ് കുറേ നേരം പപ്പായ മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി സമയം വെക്കുവാണെങ്കിൽ ഇതൊക്കെ പരസ്പരം അങ്ങ് ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല കേട്ടോ. ഇനി അഥവാ അതുപോലെ ഒട്ടിപ്പോവുകയാണെങ്കിൽ കുറച്ച് മൈദ വെതറിയിട്ട് ഒന്നുകൂടി ഒന്ന് വേർപ്പെടുത്തി എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൽ എക്സ്ട്രാ ഉള്ള പൊടി കളഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.